എല്ലാവർക്കും കണക്റ്റ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്ന പടം കൊള്ളാം, പക്ഷെ അതിൽ കുറച്ച് സ്ലോ ആണ്. ഒരുപാട് മെസ്സേജസ് ആണല്ലോ, അത് നമുക്ക് ഒരുപാട് അങ്ങനെ സങ്കടം അല്ലെങ്കിൽ ഫീൽ ആവാനുള്ള അങ്ങനത്തെ മെസ്സേജ് അല്ല. ലാസിസിക്കെ പോലെ ഒരാൾ വന്ന് ഈ പടം കാണാൻ കണ്ടതിനും എന്നെ പോലെ അങ്ങനെ പറയില്ല, നമ്മളൊന്നുമല്ല. പക്ഷെ ഗംഭീരമായിട്ടാണ്. എനിക്ക് സെന്തിലിൻ്റെ പെർഫോമൻസ് എനിക്ക് അഭിമാനം, എന്താ ഭയങ്കരമായിട്ട് അഭിമാനം അസൂയൊക്കെ തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയാണ്, നല്ലൊരു അറ്റംപ്റ്റാണ്. മെസ്സേജിൻ്റെ പ്രശ്നമല്ല, നമ്മൾ ചില സോഷ്യൽ റിയാലിറ്റീസ് ഉണ്ടല്ലോ, ആ സോഷ്യൽ റിയാലിറ്റീസ് വലിയ ഒരു എന്താ പറയുക മെലോ ഡ്രാമ ഇല്ലാതെ വളരെ ബാലൻസ്ഡായിട്ട് കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു, എല്ലാവർക്കും കണക്റ്റ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് വർക്കാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അരികിൽ കുറേ നല്ല സീനൊക്കെ ഉണ്ടായിരുന്നു, ചില സീനുകളൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഉറങ്ങിയൊന്നും പോയില്ല. നിങ്ങൾ ഡെയിലി ഇവിടെ നമ്മൾ കാണുന്നില്ലേ, എല്ലാ സിനിമയ്ക്കും വേണ്ടി നിങ്ങൾ അവർ പ്രൊമോട്ട് ചെയ്യുന്ന ടീമാണ് ഇവിടെ വരുന്നത്. പടം കൊള്ളാം, പക്ഷെ അതിൽ കുറച്ച് സ്ലോ ആണ്. നല്ല പിക്ചറാണ്, കൊള്ളാം, കുഴപ്പമില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല, നല്ല ഒരുപാട് അർത്ഥങ്ങളുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി പടമാണ്. ഞാനതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അരുണദാസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിരിക്കണേ. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പം ഒരു കുറേ ന്യൂജൻ സിനിമകൾ വരുന്നുണ്ട്, പക്ഷേ ഇതുപോലത്തെ ഒരു മൂവി എന്തായാലും കണ്ടിരിക്കണം. അപ്പം ഒരുപാട് സന്തോഷം എനിക്ക് ഇതിലൊരു ക്യാരക്ടർ, നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയില്ല. അതെ, ശരിക്കും ഇതിൽ നമുക്കൊരു മെസ്സേജ്, അതായത് പ്രേക്ഷക എന്നുള്ള നിലയ്ക്കും അഭിനേത്രി എന്നുള്ള നിലയ്ക്കും ഇതിൽ നമുക്ക് ഒരുപാട് മെസ്സേജ് ഇതിനുള്ളിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇത് കണ്ടാലേ അറിയത്തുള്ളൂ. നമ്മളൊരു അതിനെക്കുറിച്ച് അഭിപ്രായം പറയണേക്കാട്ടിലും നമ്മളത് കാണുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്കത് പറയാൻ പറ്റണില്ല. അപ്പോൾ എന്തായാലും കാണും എല്ലാവരും. ഓക്കെ, കണ്ണ് നിറയാന്നല്ല, നമ്മളതിൽ ഒരുപാട് മെസ്സേജസ് ആണല്ലോ, അത് നമുക്കൊരുപാട് അങ്ങനെ സങ്കടം അല്ലെങ്കിൽ ഫീൽ ആവാനുള്ള അങ്ങനത്തെ മെസ്സേജ് അല്ല, നമുക്കൊരുപാട് മനസ്സിലാക്കാനുള്ളത്, അതായത് മനുഷ്യനായ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് പഴയ കാലഘട്ടവും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു മെസ്സേജാണ്. ഒട്ടും ആളില്ല, ശ്രദ്ധിച്ചില്ലേ? പക്ഷേ അരിക് എന്ന് പറഞ്ഞ നമ്മളെ സഹോദരൻ സെന്തിൽ വാടാ പൊള്ളിച്ചടിക്കുന്നു പറഞ്ഞാൽ ദൈവം, ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു സാധനം പറഞ്ഞു, ഇവിടെ നിനക്ക് അടുത്ത സംസ്ഥാന അവാർഡിൽ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അത്രയ്ക്കും മനോഹരം. കാരണം ഇർഷാദ്ക്കാരെ അച്ഛനായിട്ടൊക്കെ അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഗംഭീരമായിട്ട്. കാരണം ഞാൻ പടത്തേക്കാലം ഞാൻ ഇവൻ്റെ ആക്ടിങ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എത്രയോ കാലഘട്ടങ്ങൾ പല രീതിയിൽ എന്നിട്ടില്ല. ലാസ്റ്റ് ഇർഷാദ്ക്കാരെ അച്ഛനായിട്ട് ലാസ്റ്റ് ഇവൻ വയസ്സനായിട്ടൊരു സാധനം, അതൊക്കെ പൊള്ളിച്ചടി. ഒരു പാറപ്പുറത്തിരുന്ന ഡയലോഗുണ്ട് ചെറുമോളമായിട്ട്. അതിലേക്ക് ഭയങ്കര മെസ്സേജാണ്. കാരണം എന്ന് പറയുമ്പോൾ എത്ര താഴത്ത് നിന്നിട്ട് എത്ര ഉയരങ്ങളിലെത്തിയാലും ഈ നമ്മുടെ ഈ ജാതി വ്യവസ്ഥകൾ പറയുന്നുണ്ട് എന്നുള്ളൊരു സാധനമാണ്. അപ്പം അതിനകത്തൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, പണ്ട് ജാതിയെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, കാരണം മുഖത്തടിച്ച് പറയും. പക്ഷേ ഇപ്പം മനസ്സിൽ വെച്ചിട്ട് പെരുമാറുന്നവരെ കാണാൻ പറ്റുന്ന ഒരു ഡയലോഗ്, ഭയങ്കരമായിട്ട് മനസ്സിൽ കൊള്ളുന്ന ഡയലോഗായിരുന്നു അത്. അതാണ് ഗംഭീര പടം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഫെസ്റ്റിവലിലൊക്കെ വരേണ്ട സിനിമ വന്നില്ലായിരുന്നടാ. അല്ല, നമ്മളെ കലാമൂല്യം, അതായത് സിനിമകൾ എന്ന് പറഞ്ഞാൽ പല രീതിയിലല്ലേ, അപ്പം ആസ്വദിക്കാൻ പല ഇതാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ ആസ്വദിക്കണമെന്നാണ്. പക്ഷേ എന്തെന്നറിയുമ്പോൾ നമ്മളൊക്കെ 90 ആയതുകൊണ്ടായിരിക്കാം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആ ഓരോ മഴത്തുള്ളി വീഴുമ്പോഴും ഞാൻ പറഞ്ഞു എന്ത് നൊസ്റ്റാൾജി എന്ന് പറയും. ഭയങ്കരമായിട്ട് ആ കടകളായിരുന്നാലും ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട് പടം. ലോ ബഡ്ജറ്റാണ്, നമ്മളെ സർക്കാരിൻ്റെ പടമാണ്, ഗംഭീരമായിട്ടുണ്ട്. അല്ല, ഒരുപാട് സന്തോഷം. കാരണം ഇവരുടെ ഈ പടം കണ്ടിട്ട് ഇവർ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം ഒരുപാട് അഭിനയ സാധ്യതകളുള്ളൊരു സാധനമാണ്. പിന്നെ സാമൂഹിക പ്രസക്തിയുള്ളൊരു വിഷയമാണ് സിനിമ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തിരിക്കുന്നത് കോരൻ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. നമുക്കിടയിലൊക്കെ ഒരുപാട് കോരന്മാർ ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, ഇങ്ങനത്തെ ഇത്തരം സിനിമകളെയും പ്രോത്സാഹിപ്പിക്കുക എന്നാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. ലാസിസിക്കെ പോലെ ഒരാൾ വന്ന് ഈ പടം കാണാൻ കണ്ടതിനും എന്നെ പോലെ അങ്ങനെ പറയില്ല, നമ്മളൊന്നുമല്ല. പക്ഷേ ഗംഭീരമായിട്ടാണ്. എനിക്ക് സെന്തിലിൻ്റെ പെർഫോമൻസ് എനിക്ക് അഭിമാനം, എന്താ ഭയങ്കരമായിട്ട് അഭിമാനം അസൂയൊക്കെ തോന്നി സീരിയസ്ലി. കാരണം അവനെ കൊണ്ടൊന്നും പറ്റാത്ത സാധനം അതൊക്കെ ചെയ്ത്. അല്ലല്ല, എനിക്കത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണം, സത്യം പറഞ്ഞു. ഗംഭീരം.